സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് ആശ്വാസമേകാൻ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വൻ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ ഒറ്റ പദ്ധതിയായി കൈകാര്യം ചെയ്തിരുന്ന ഭവന നിർമ്മാണം ഇനി മുതൽ വിവിധ വിഭാഗങ്ങൾക്ക് പ്രത്യേക പദ്ധതികളായി തിരിച്ചായിരിക്കും നടപ്പിലാക്കുക. വിവിധ വകുപ്പുകളുടെ ഭവന പദ്ധതികളും കേന്ദ്രവിഹിതവും ഏകോപിപ്പിച്ച് ലൈഫ് മിഷൻ എന്ന പേരിൽ ഒറ്റ പദ്ധതിയാക്കിയപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രത്യേക പരിഗണന നഷ്ടപ്പെട്ടു എന്ന സർക്കാരിന്റെ അന്തിമ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം. പുതിയ രൂപരേഖ അനുസരിച്ച് ഓരോ വിഭാഗത്തിനും ആവശ്യമായ ഭവന പദ്ധതികൾ അതത് വകുപ്പുകൾ വഴി തന്നെയാകും ഇനി നടപ്പിലാക്കുക. മുഖ്യമന്ത്രിയുടെ അന്തിമ അംഗീകാരം ലഭിച്ചാലുടൻ പുതിയ അപേക്ഷകൾ ക്ഷണിക്കാനാണ് തീരുമാനം. എന്നാൽ നിലവിൽ ലൈഫ് മിഷൻ വഴി ധനസഹായം ലഭിച്ചവർക്കും പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചവർക്കും നിലവിലെ രീതിയിൽ തന്നെ സഹായം തുടരും. ധനസഹായ തുകയിലും വലിയ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിന് ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തി. പട്ടികവർഗ വിഭാഗത്തിന് ധനസഹായം 6 ലക്ഷത്തിൽ നിന്നും 8 ലക്ഷം രൂപയായി ഉയർത്തി. ഗുണഭോക്തൃവിഹിതം പൂർണ്ണമായും ഒഴിവാക്കി. വീടുകളുടെ വലിപ്പത്തിൽ മുൻപുണ്ടായിരുന്ന പരമാവധി വിസ്തീർണ പരിധി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം നിർമ്മിക്കുന്ന വീടുകൾക്ക് കുറഞ്ഞത് 450 അടി ചതുരശ്രയടി വിസ്തീർണം ഉണ്ടായിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമായിരിക്കും ഉണ്ടാവുക. നടപ്പു സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി മാത്രം 200 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തുക ഗഡുക്കളായി നൽകുന്നതിലൂടെ ഈ സാമ്പത്തിക വർഷം തന്നെ 10,000-ഓളം ഗുണഭോക്താക്കൾക്ക് പുതിയ വീടുകൾക്ക് അനുമതി നൽകാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പാർപ്പിട മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ഈ പുതിയ നയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും.